അല്ല, അതില് വേറെ പ്രശ്നങ്ങളില്ലല്ലോ. അവിടെ എന്താണോ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നത്, അതിന്റെ മേലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഹൈക്കോടതി തന്നെ അവരുടെ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തില് അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതില് ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിക്കൊള്ളണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കും. വന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ചയില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും. എന്നാൽ വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല. 2017 മുതൽ ഈ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഒരു വ്യവസായിക്ക് വിറ്റു എന്നതൊക്കെയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതൊന്നും അറിയാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത്? അതും ഒരു വിചിത്രമായ കാര്യമാണല്ലോ. അത് നമ്മൾ നോക്കണല്ലോ. ഇപ്പൊ പറയുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പോറ്റി. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? അവിടെയുള്ള ഒരു പീഠം, പീഠത്തിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു. അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്. ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ആ പോറ്റിയുടെ ബന്ധുഗൃഹത്തിൽ നിന്ന് ഈ കാണാതായ പീഠം കണ്ടെത്തിയതോടെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെക്കുറിച്ച് അത്ര കണ്ട് പുറത്തു വരരുത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത്. ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം, ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, ആരൊക്കെ പുറമേ നിന്ന് സഹായിച്ചിട്ടുണ്ട്, പുറമേ നിന്നുള്ള പങ്കാളിത്തം ആർക്കൊക്കെയുണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ എത്തപ്പെടും. അത് വരെ കാക്കാം നമുക്ക്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.